ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരം വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കരാറുകാരുടെ കോർഡിനേഷൻ കമ്മിറ്റി. കലക്ടറുടെ തീരുമാനം മറികടന്നാണ് വില വർധനവ്. ഇത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് സർക്കാർ സ്വകാര്യ കരാറുകാർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണ മേഖലയുടെ നടുവൊടിക്കുന്ന തരത്തിലാണ് ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഗവൺമെന്റ് സ്വകാര്യ കരാറുകാർ ആരോപിച്ചു. ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഗവൺമെന്റ് സ്വകാര്യ കരാറുകാരുടെ സംഘടനകൾ സംയുക്തമായി കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നമ്മൾ ഈ കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ വലിയ സമരത്തിലാണ് ക്വാറികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ സംഘടനകളെല്ലാം തീർച്ചയായും ഇത് ഈ സാധനങ്ങളുടെ വില വർധനവ് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി ഈ 13-ാം തീയതി കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 13-ന് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് കോർഡിനേഷൻ കമ്മിറ്റി മാർച്ച് നടത്തും. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കരാറുകാരുടെ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി കളക്ടറുടെ മുന്നിൽ ചർച്ച ചെയ്തു മാത്രമേ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഇത് ലംഘിച്ചാണ് ഇപ്പോൾ വില വർദ്ധിപ്പിക്കുന്നത്. തെറ്റായ രീതിയിൽ ഉൽപ്പാദനം നടത്തിയതിന്റെ പേരിൽ ക്വാറികൾക്ക് വരുന്ന ഫൈൻ ഗുണഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ക്വാറി ഉടമകൾ ചെയ്യുന്നതെന്നും കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എ. വിജയൻ, പി. മോഹനൻ, കെ.സി. മിനീഷ്, ടി. മനോഹരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.